അച്ഛാ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അച്ഛന് ഈ കുടുംബമായിട്ട് ഇത്ര അടുപ്പമുണ്ടെന്നും പരിചയമുണ്ടെന്നും അറിയില്ലായിരുന്നു അച്ഛാ. ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഷാജി കൊണ്ടുവന്ന ഒരു പ്രപ്പോസലാണ്. അപ്പം അത് മോൾക്ക് 10-22 വയസ്സല്ലേ ആയുള്ളൂ. ആ അല്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അച്ഛനെ അറിയിപ്പിക്കാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. മണി പറയുകയും ചെയ്തു. അപ്പൊ ഞാനാണ് പറഞ്ഞത് അവർ വന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ട് അറിയിപ്പിക്കാന്ന്. അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടല്ല. എന്തോന്നാലും അവിടെയല്ലേ അറിയിപ്പിക്കത്തുള്ളൂ അച്ഛാ ആദ്യം. ആ ബാംഗ്ലൂരോ? ആ നാട്ടുപുറത്ത്. അതെ, നാട്ടുപുറത്തുകാരനായോ? ആ സോഫ്റ്റ്വെയർ. ഇപ്പോ മോൾക്കാണെങ്കിൽ ഇപ്പൊ ഉടനെ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള്. അങ്ങനെയല്ല. എന്നാ ആയിക്കോട്ടെ, വരട്ടെ, ഞാൻ പറയാം. അല്ല, ആലോചിക്കാം, ചെയ്യാം. എന്താന്ന് വെച്ചാൽ നോക്കാച്ചാ. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ മണിയുടെ കൊടുക്കാം. അല്ല, ധൃതിയല്ല. അല്ല, അതങ്ങനെ ചെയ്യാം, ആലോചിക്കാച്ചാ. ഞാൻ മണിയുടെ കൊടുക്കാം. മണിക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞു. അച്ഛാ, ആ രവിയേട്ടനോടോ? ഞാൻ ചോദിക്കാം. അച്ഛാ, കട്ട് ചെയ്തു. കാര്യം പറഞ്ഞതിന് മുന്നേ കട്ട് ചെയ്തു. എന്തോ പറഞ്ഞ രവിയേട്ടനോട് കാര്യം പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞ രവിയേട്ടനോട് കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പിന്നെ വിളിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്തിയാൽ മതിയല്ലോ. എന്തോന്നാണ് കാര്യം? ഷാജി കൊണ്ടൊന്ന് ആലോചനയില്ലേ, മറ്റേ ജനാർദ്ദൻ എന്ന് പറഞ്ഞ പയ്യൻ. അത് അച്ഛന് നല്ലപോലെ അറിയാന്നുള്ള കുടുംബത്തിലെ പയ്യനായിരുന്നു. ആ ചെറുക്കന്റെ അമ്മാവൻ അച്ഛനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അവൻ അറിഞ്ഞു. അപ്പൊ നമ്മൾ എന്താ നടത്തി കൊടുക്കാത്ത ഇങ്ങോട്ടാ കുറ്റം. ഞാൻ പറഞ്ഞു, കൊച്ചിന് അങ്ങനെ താല്പര്യമില്ല, 22 വയസ്സല്ലേ ആയുള്ളൂ അവൾക്ക്. പറഞ്ഞില്ലേ രവിയായിട്ട് അച്ഛനെ മണിക്കൂട്ടി ചേട്ടനൊക്കെ വിളിച്ച് പറയേണ്ട കേസാണ്. ഇടപെടിയൊന്നും പെണ്ണുകാളൊന്നും നടത്താൻ പാടില്ലെന്ന്. പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഷാജി പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇപ്പോഴാണെങ്കിൽ എങ്ങനെ പറയട്ടെ, നീ കൂടെ കുറ്റപ്പെടുത്താതെ. അപ്പൊ ഞാൻ പറഞ്ഞു, വന്ന് കണ്ടിട്ട് പോട്ടെ, എന്നിട്ട് അറിയിപ്പിക്കുക. എന്തെങ്കിലും അവൻ അറിയിക്കാനല്ലേ പറഞ്ഞേ. അതല്ല പ്രശ്നം. അത് നാട്ടിൻപുറത്തുകാരനായോണ്ടാണല്ലോ ആ കല്യാണം അവൾക്ക് താല്പര്യം ഇല്ലാത്തത്. പിന്നെ എല്ലാം അറിഞ്ഞു. അതുകൊണ്ട് ഇപ്പം സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളെ ബാംഗ്ലൂരിലുള്ള ഏതൊരു നന്ദകുമാറോ അങ്ങനെ ഒരാൾ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കാര്യമാണ് അച്ഛൻ പറയുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞു, മോൾക്ക് 22 വയസ്സായാലും അത് മണിയെടുത്ത് ചോദിച്ചിട്ടല്ലല്ലോ. മണിയെ ഈ പ്രായത്തിലാണ് കെട്ടിച്ചത്. ദൈവമേ, പണ്ടത്തെ എന്റെ കാലത്തെ പോലെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ നിന്ന് പറഞ്ഞു എന്തിരിക്കും. അവളിനെ എന്ത് വിചാരിക്കും? അവളത്തെ എങ്ങനെ പറയും? എനിക്ക് അറിഞ്ഞൂടാ. അവള് കൊച്ചിന്റെ അടുത്ത് നമ്മൾ വാക്ക് കൊടുത്തതാണ് അവളുടെ സൗകര്യത്തിന്, അവളുടെ ഇഷ്ടം നോക്കിയാൽ നമ്മൾ ചെയ്യുള്ളൂ. ആണോ അല്ലയോ? ഇനിയിപ്പോ ഇതിപ്പോ പറയുമ്പോ അവൾ എന്ത് മണി, ഇതൊക്കെ എനിക്കറിയാം. എനിക്കും പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കണം താല്പര്യമില്ല. ഇതിപ്പോ അച്ഛൻ ഇങ്ങനെ എനിക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ നയത്തിൽ അച്ഛൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നോക്കിയാൽ. എന്റെ അമ്മയെടുത്താണെങ്കിൽ ഞാൻ പറയാം, അമ്മ ഇപ്പൊ നടക്കൂല. ഇതങ്ങനെയാണോ? രവിയേട്ടന് പറയാൻ പറ്റുന്നതിന്റെ പകുതി പോലും എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. എന്നെ അമ്മയില്ലാതെ വളർത്തിയത് എന്റെ അച്ഛനും ചേട്ടനും കൂടെയാണ്. അവരുടെ അടുത്ത് എനിക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല. അവര് പറയുന്നത് എന്താണോ അതെനിക്ക് അങ്ങനെ അനുസരിക്കാനേ പറ്റുള്ളൂ. അറിയാലോ കാര്യം. ഇതിപ്പോ മണിക്കൂട്ടന്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ മണിക്കൂട്ടൻ പറയാൻ പറയുമ്പോ, അയ്യോ അളിയാ നിങ്ങൾ ബന്ധാന്ന് വെച്ചു അച്ഛന്റെ അടുത്ത് ഞാൻ പറയില്ല, ഞാൻ അങ്ങേരും കൈ ഒഴിഞ്ഞു പോകും. രവിയേട്ടാ, ഇതിപ്പോ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അച്ഛൻ എന്നെ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും വിളിക്കേണ്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്നെ വിളിക്കൂല. ഞാൻ അഥവാ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ തിരക്കിലാണ്, വീട്ടിൽ ആരെങ്കിലും ഉണ്ട്, എവിടെയെങ്കിലും പോവാണെന്നും പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. കഴിക്കാൻ വല്ല എടുക്കുവോ? വിശക്കണ്. കഴിക്കാനാ? എടുത്ത് തരാം. ഇവിടെയൊക്കെ എല്ലാം എടുത്ത് വെച്ചേക്കണം. നീ പ്ലേറ്റ് എടുത്ത് കഴിച്ചോ മക്കളെ. ഉള്ള സമാധാനം പോയിടി. തോന്നി എന്തോ കിടന്ന് അലപ്പ്. അലാറം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ അലപ്പായിട്ട് എണീക്കല്ലേ രാവിലെ? ഇടി റിങ്കിക്ക് കല്യാണാലോചന വീണ്ടും. നിങ്ങൾക്ക് ഇത് തന്നെ പണി തൊഴിലാക്കി എടുത്ത. അപ്പൂപ്പൻ അപ്പൂപ്പൻ എന്തിനാ ഇതിനൊക്കെ ഇടപെട്ട്?
അറിയാലോ അപ്പൂപ്പന്റെ സ്വഭാവം. ഇത് നമുക്ക് ഇനി ഒന്നും പറയാൻ പറ്റില്ല. അപ്പൂപ്പന് നല്ല ഇവരൊരു അകന്ന ബന്ധുവാണെന്നാ പറഞ്ഞേ. ഒരു കുടുംബത്തിലൊരു ബാംഗ്ലൂരുള്ള ഒരു എഞ്ചിനീയർ ചെറുക്കൻ ഉണ്ട് നടത്തണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ കല്യാണം മുടങ്ങിയത് എന്നെ കുറ്റം പറഞ്ഞ, ഞാൻ നടത്തിയില്ല. അതൊക്കെ അപ്പു അറിഞ്ഞ നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഞങ്ങളല്ല പറഞ്ഞത്. അപ്പൂപ്പന് അറിയാം ആ ചെറുക്കന്റെ ബന്ധുക്കളെയൊക്കെ. അപ്പൂപ്പന് നന്നായിട്ട് അറിയാവുന്ന ഫാമിലി. ആ ചെറുക്കന്റെ അമ്മാവനും അപ്പൂപ്പനും നല്ല കൂട്ടുകാരാണ്. നമ്മൾ ഒളിപ്പിച്ച് വെച്ചെന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം. അപ്പൂപ്പന്റെ അടുത്തൊന്നും പറഞ്ഞത് വളരെ നന്നായി. റിങ്കി എടുത്തത് എങ്ങനെ പറയും? പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞില്ല. റിങ്കി സമ്മതിക്കൂല, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലം അവള് അറിയേണ്ടത്. അവൾ അറിയാണ്ടിരുന്ന എങ്ങനെയാ? ഇപ്പൊ പറയണ്ട, ഒന്ന് പതുക്കെ അപ്പൂപ്പനുമായിട്ടൊക്കെ ഒന്നുകൂടി സംസാരിച്ചതിന് ശേഷം പറയാം. മക്കൾക്കായി 10 കാര്യങ്ങൾ. പാരന്റിങ് എന്താണ്? സ്പെൻഡ് ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ഉള്ള ടൈമുകൾ മാത്രം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം, അല്ലാത്ത സമയം നമുക്ക് വേണ്ട. അങ്ങനെയാണോ സംഭവം? അല്ലല്ലേ. ദിവസേന 1/2 മണിക്കൂറെങ്കിലും കുട്ടിക്കൊപ്പം ചെലവഴിക്കാം. 1/2 മണിക്കൂർ. ഇത് ഫുൾ ടൈം ഞങ്ങളുടെ കൂടെയാണ്. അതാണ് ഞങ്ങളുടെ പ്രശ്നം. അത്ര താല്പര്യമില്ല. അതല്ല മാറ്റാം. കൺട്രോൾ ഡിജിറ്റൽ ടൈം. എന്നുവെച്ചാൽ ഡിജിറ്റൽ ടൈം കൺട്രോൾ ചെയ്യാനാണ്. കുട്ടികൾ ശീലങ്ങൾ പഠിക്കുന്നത് മാതാപിതാക്കളുടെ സ്വഭാവം നിരീക്ഷിച്ചാണ്. എന്നുവെച്ചാൽ ദീർഘനേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന. എന്തിന് ഇത്ര നിലവിളിച്ച് ഉറക്കെ വായിക്കുന്നേ? നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ. ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ബുക്ക് ഇത് 10 കാര്യങ്ങളാണ്. നീ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കേട്ടോ. എന്നിട്ട് നമുക്ക് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കാം. ഇടി അത് നീ മനസ്സിൽ വായിച്ചാ പോരെ. ഇങ്ങനെയാണെന്ന് നിലവിളിക്കുന്നതിന് നാട്ടുകാരും കൂടി കേൾക്കുന്ന രീതിയില്. എന്റെ റിങ്കി, നമ്മളൊരു സാധനം വായിക്കുമ്പോ നമുക്ക് മാത്രം വായിക്കാന്ന് വെച്ചാൽ സെൽഫിഷ് അല്ലേ? നാട്ടുകാരും കൂടെ പഠിക്കട്ടെ. പഠിക്കാൻ മാത്രം എന്താ ഇരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ടെന്നറിയാം. എന്റെ അമ്മോ, എനിക്ക് നല്ല വിശപ്പടി. ഞാൻ എന്തെങ്കിലും പോയി കഴിക്കാൻ പോണു. അമ്മ മുട്ടയും പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്തോ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തോന്ന് കാര്യം? എന്തോടി? നിനക്ക് സന്തോഷാവും. എനിക്ക് സന്തോഷമാണ് കാര്യം. എന്തോ? ചിക്കൻ മേടിച്ചാണ്. ചിക്കൻ മേടിച്ചാണ്. അയ്യോ അല്ല, അന്ന് വന്ന് എന്റെ സ്വഭാവം നിനക്കായിരിക്കാണല്ലോ. എത്ര ദിവസമായി പ്രോട്ടീൻ കഴിച്ചിട്ട്. വീണ്ടും നിർത്താറായില്ലേ ഇത്? എനിക്കും അതാ ഡൗട്ട്. 1 2 3 4 ഇത് കുറെ ആയില്ലേ? ഇത് നിർത്താറായില്ലേ? ഇപ്പൊ ഇതാരും കൊണ്ടുവന്ന്? ഇതിപ്പം അപ്പൂപ്പൻ. വേറെ ഒരു പണിയില്ലല്ലേ? ഇല്ല. ഒന്ന് വന്ന് പോയതല്ലേ ഉള്ളൂ. റിങ്കി, ചിലപ്പോ ഇത് നിനക്ക് ഇഷ്ടപ്പെടും. എനിക്കിപ്പൊ തൽക്കാലം ഒന്നും വേണ്ട. മനസമാധാനവും തരൂല. നിനക്ക് വേണ്ടായിരിക്കും, പക്ഷെ അപ്പൂപ്പന്റെ നല്ല പ്രഷർ ഉണ്ട് അവിടെ നിന്ന്. അച്ഛനും അമ്മ എന്തോ പറഞ്ഞ? അവരെന്തോ പറയാ? നിന്റെ തീരുമാനമല്ലേ അവർക്ക് അറിയണ്ടേ? എന്റെ തീരുമാനം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കിത് പറയാനൊന്നുമില്ല. ഇപ്പൊ നീ മാറ്റി പറഞ്ഞ എന്തി? എന്തോന്ന് മാറ്റി പറയാ? ഇല്ല, എനിക്കൊരു വാക്കേ ഉള്ളൂ. എനിക്ക് മാറ്റി പറയേണ്ട ആവശ്യമില്ല. ഞാൻ പോട്ട്. ഇത് ഒന്നും കൂടെ ചിന്തിക്കരുത്. എന്തോന്നും ചിന്തിക്കാൻ? എനിക്കൊന്നും ചിന്തിക്കാനില്ല. അപ്പൂപ്പ ആലോചിച്ചെങ്കിൽ അപ്പൂപ്പൻ കെട്ടും. അത് അപ്പൂപ്പന്റെ അടുത്ത് പറയാൻ പറ്റും. റിങ്കി, അപ്പൂപ്പന്റെ അടുത്ത് പറയാൻ പറ്റുമോ ഇല്ലയോ ഞാൻ നോക്കട്ടെ. ഞാനും പറഞ്ഞു. വാ. എന്ത് കഷ്ടത്. അതിന്റെ ഇടയിൽ ഫോട്ടോ ഒക്കെ അയച്ചു നോക്കട്ടെ. അയ്യോ കൊള്ളാല്ല ചെറുക്കാൻ. കണ്ട ഇഷ്ടം. വീണ്ടും തുടങ്ങിയല്ലേ? കല്യാണ ആലോചന എന്തുവാടി തുടങ്ങിയല്ലേ? പറഞ്ഞ അവളെടുത്ത് ഒരു മയത്തി പറയേണ്ട കാര്യം അപ്പൂപ്പൻ വിളിച്ച് പറഞ്ഞ് അച്ഛന്റെ അടുത്ത്. അപ്പൂപ്പൻ മറ്റേ കാര്യം പറഞ്ഞു. ഇന്നാൾക്കെ വന്ന ചെറുക്കനെ നമ്മൾ മുടക്കി വിട്ടെന്നുള്ളത്. ഇത്തവണ ഞാൻ മുടക്കിന്ന് അറിഞ്ഞോ അപ്പൂപ്പൻ? നീ മുടക്കിന്നല്ല, നമ്മൾ അപ്പൂപ്പനെ അറിയിപ്പിച്ചില്ല അന്ന്. പിന്നെ ആ ചെറുക്കന്റെ അമ്മാവനും അപ്പൂപ്പനും ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങനെ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഞങ്ങളെയാണ് കുറ്റം പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് നടത്തിയില്ല, നല്ല കേസല്ലായിരുന്നു. നീ മുടക്കിന്നല്ല, ഞങ്ങൾ നടത്തിയില്ലെന്നാണ് ഇപ്പൊ കുറ്റം. മനസ്സിലായി? അത് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നാട്ടിൻപുറത്തുകാരനായിട്ട് മോൾക്ക് അത്ര താല്പര്യമില്ല. എന്നാൽ സിറ്റിയിലുള്ളതെന്ന് പറഞ്ഞത് ബാംഗ്ലൂരില് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ചെറുക്കനെ അയച്ചു. ഇതിപ്പോ എത്രാമത്തതായി? എനിക്ക് മനസ്സമാധാനം തരില്ലേ നിങ്ങൾ ആരും? മക്കളെ, ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ കാര്യം, നിന്റെ ആഗ്രഹവും ആവശ്യവും ഒക്കെ മനസ്സിലായി. ഞങ്ങള് പറഞ്ഞല്ലോ. പക്ഷെ അപ്പൂപ്പൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ അമ്മ, എന്റെ അച്ഛനും അമ്മ ആരാണ്? അപ്പു അല്ല, നിങ്ങളാണ്. നിങ്ങളല്ല എന്റെ കാര്യം തീരുമാനം എടുക്കേണ്ട, അവരാണോ? മക്കളെ, നിന്റെ ഒരു നല്ല കാര്യത്തിനല്ലേ അപ്പൂപ്പൻ ആലോചിക്കുള്ളൂ. അല്ല നിനക്ക് മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുവോ? അങ്ങനെ സംസാരിക്കരുത്. മക്കളെ, കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മയും മക്കളും മാത്രമല്ല, കാരണവന്മാരും ബന്ധുക്കളും ഒക്കെ ചേർന്നാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അതില് പ്രായം മൂത്ത ആൾക്കാർ പറയുമ്പോൾ നമുക്ക് അനുസരിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് കല്യാണം കഴിക്കണം എന്നല്ല പറഞ്ഞത് അപ്പൂപ്പൻ. ഇതൊന്നും എന്താ പറയാ കൺസിഡറേഷനിൽ വെക്കാനാണ്. പെണ്ണ് കാണാൻ വേണ്ടി അവര് വരുമ്പോ ആ ഒരു ചടങ്ങ് നടത്തണം എന്നുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പോ നടത്തണോന്ന്. അത് വല്ലതും ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവളെ അവസ്ഥ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് പിന്നെയല്ലേ മക്കളെ, ഇപ്പൊ ആദ്യം ആ ലെവലിലൊന്നും ചിന്തിക്കണ്ട. പിന്നെ ചിന്തിക്കാതെ എങ്ങനെ ശരിയാവും അമ്മ? ഇതുപോലൊരു ബന്ധമാണ് ഇപ്പൊ അച്ഛനുമായിട്ട് വന്നത്. അമ്മയുടെ കേസ്. അമ്മ എന്ത് ചെയ്തു? കണ്ണു അടച്ച് സമ്മതിച്ചു. അച്ഛൻ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല,
പക്ഷെ ഇത്രയും പഠിച്ചിട്ട് സ്വന്തം കാലം നിൽക്കാൻ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടോ? അത് അമ്മയ്ക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞോണ്ടാണ്. എന്തോട് ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നാളെ എന്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കി നശിപ്പിച്ച് നീ കളയണം. ചൂടാവല്ലേ റിങ്കി, സമാധാനപ്പെട്. മക്കള് ദേഷ്യപ്പെടാൻ വേണ്ടി പറയാൻ, അല്ലെങ്കിൽ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞതല്ല. അപ്പം പറയുമ്പോ നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റും, എതിർത്ത് പറയാൻ പറ്റൂ. നിങ്ങൾക്കറിയാലോ. എതിർത്ത് പറയേണ്ടടുത്ത് എതിർത്ത് പറയണോ അമ്മ? ജീവിതം ഒന്നേ ഉള്ളൂ. ഒരിക്കൽ തല വെച്ച് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും അതിൽ നിന്ന് മോചനം കിട്ടൂല. എനിക്ക് പറ്റില്ല ഇത്. നീ പറയണ ഞങ്ങൾക്ക് മനസ്സിലാവും. മക്കളെ നീ കാണാന് ചെറുക്കനെ കാണാൻ കൊള്ളാവോ, എനിക്ക് ഇഷ്ടപ്പെടുന്നതാണോ എന്നൊക്കെ ഒന്ന് നോക്കിക്കൂടി. ചിലപ്പോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യും? അമ്മ, എന്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞല്ലോ. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, ഒരു ജോലി വേണം. സ്വന്തമായിട്ട് ഒരു ജോലി ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നിങ്ങൾ പറ. അതിനൊന്നും തടസ്സമില്ല മോളെ. ഇതിപ്പോ അപ്പൂപ്പൻ ഒരു നല്ല ആലോചന വന്ന് പറഞ്ഞു, അവരൊന്ന് അടുത്ത ആഴ്ച കൂടി വരണമെന്ന് പറഞ്ഞു. ഫോട്ടോ അയച്ചു. നമുക്ക് അപ്പൂപ്പനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ അപ്പൂപ്പ നേരിട്ട് ഇടപെടുന്ന കാര്യമായതുകൊണ്ടാണ് ഇവര് പെണ്ണ് കാണാൻ വരുമ്പോ അപ്പൂപ്പ ഇങ്ങനെ എത്തും. അപ്പൂപ്പ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടി. നടന്നത് തന്നെ അതേനെ എനിക്ക് പറയാലോ. പെണ്ണ് കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നിരുന്നു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചതുപോലെ ഉറപ്പിച്ച് കല്യാണം നടക്കും. ഊരാൻ പറ്റൂല. ചിന്തിക്കാതെ മോളെ, അപ്പൂപ്പൻ വരട്ടെ, അപ്പൂപ്പനോട് നേരിട്ട് സംസാരിക്കാം. അച്ഛനോ അതും നടന്നത് തന്നെ. എന്താന്ന് വെച്ചാ ചെയ്, ഞാൻ പോണു. മക്കളെ, നിങ്ങൾ എത്രത്തോളം ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനമ്മമാര് അവർ പറയണത് കേൾക്കണം, നിങ്ങൾ പറഞ്ഞത് കേൾക്കണം. ഇതിപ്പോ എന്തോ ചെയ്യും ഞങ്ങള്? മോളെ വിഷമിക്കാതെ റിങ്കിയമ്മ, ഇത്രയും പറഞ്ഞിട്ട് വിഷമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചാടിക്കരി പറയേണ്ട കാര്യം. ഞാൻ പറയേണ്ട രീതിയിൽ ഞങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കില്ലേ? നിന്റെ അടുത്ത് പറഞ്ഞതാ ഇപ്പൊ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര പറയേണ്ട രീതിയിലായാലും പറയേണ്ടത് സെയിം കാര്യം തന്നെയല്ലേ. ഇതിപ്പോ അവള് വിചാരിച്ചിട്ട് നാളെ കല്യാണം നടത്തണമെന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊന്നും അല്ല വിചാരിച്ചു വെച്ചാൽ. നീ അപ്പൂപ്പനെ വിളിച്ച് പറ, നടത്താൻ പറ്റൂല. ഒരു കാര്യം ചെയ്യാം, അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. നിനക്കല്ലേ പഠിക്കാനും വയ്യ, ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാതിരിക്കണം. 18 വയസ്സ് ആവാറോയി, കെട്ടിച്ചുവിടട്ടാ. എന്തോ നമ്മ പറയണേ, എന്നെ കെട്ടിച്ചുവിടട്ടുന്ന? ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമെന്ന് വെച്ചാൽ ഉടനെ പിടിച്ച് കെട്ടിക്കാന്നല്ല. പിന്നെ എനിക്ക് പഠിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പം സയൻസും മാത്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് പഠിക്കാൻ താല്പര്യം കുറവായിരിക്കും. പക്ഷെ എനിക്ക് താല്പര്യമുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എനിക്കൊന്ന് ജോലി അതൊന്നും നേടണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നിങ്ങളൊന്നും ഇപ്പൊ എന്നെ വീണ്ടും വീണ്ടും കുഞ്ഞായിട്ടാണ് കാണുന്നത്. നിന്റെ ഇഷ്ടം പോലെ ചെയ്, നിന്നെ ഇപ്പൊ കെട്ടിക്കുന്നില്ല, അവളുടെ കാര്യമാണല്ലോ. അപ്പൊ കെട്ടിക്കണമെന്ന് പറഞ്ഞാലും കെട്ടാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കുണ്ട് ആഗ്രഹങ്ങൾ, എനിക്കും ജോലി ഇതൊക്കെ കിട്ടും, വേറെ മേഖലയായിട്ട് ഞാൻ എവിടെയെങ്കിലും പോകും. അല്ല ഞാൻ കെട്ടില്ല. അയ്യോ, രണ്ടെണ്ണത്തിനെ എവിടെ നിന്ന് കിട്ടിയ ഭഗവാനെ? അമ്പര് വില്ലിനും അടുക്കാത്ത പിള്ളേര്. ഇവള് ഇപ്പൊ ചാടിക്കേറി പറയണ്ടേ. ഞാനൊരു കാര്യം ചെയ്യാൻ മണി, അച്ഛനെ വിളിച്ച് ഇപ്പൊ താല്പര്യമില്ലെന്നങ്ങ് പറയാം. പറയോ പറയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ നിന്ന് ഞാൻ പിള്ളേർ ഇങ്ങനെ അമ്പും വില്ലിനും അടുക്കാൻ നിന്ന് എന്ത് ചെയ്യണം? നീ പറ, ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ കഴിഞ്ഞ കാര്യത്തിൽ തന്നെ എന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ നെഞ്ചത്ത് ചാടല്ലേ ഇങ്ങനെ? രവിയേട്ടനും കൂടെ ചാടിക്കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇത്. അതൊക്കെ സമാധാനത്തിൽ ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. ബഹളം കൂട്ടി ശബ്ദം ഉയർത്തിട്ട് കാര്യമില്ല. അറിയാതെ എടി പോയിട്ട് നമുക്ക് എന്തായാലും പറഞ്ഞത് ശരിയാക്കിയത്. എന്തോന്ന് പറഞ്ഞ് ശരിയാക്കാനടി? പറ, നീ ആദ്യം അത് പറ. ഇത് എത്ര നാളുകൊണ്ട് തുടങ്ങിയ ടോർച്ചറിങ് ആണ്. കല്യാണം 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 ഇല്ലാതെ എന്താ ജീവിക്കാൻ പറ്റില്ലേ പെണ്ണുങ്ങൾക്ക്? അത് പറ്റും, നമുക്ക് അച്ഛൻ്റെ അടുത്ത് പറയാം. ഇനി എന്ത് പറയാനാണ്? ഞാനൊരു പെണ്ണായതുകൊണ്ടല്ലേ എന്നെ ഇത്ര മാത്രം ഒരു ടോർച്ചർ ചെയ്യുന്നത്? ആണോ അല്ലയോ? എല്ലാവർക്കും ശല്യാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഇറങ്ങി പൊക്കോളാം. നോക്കിക്കേ, എന്നെ ആരും ഇനി കാണൂല. അങ്ങനൊന്നും പറയാതിറങ്ങി എടി പോട്ടെ, നമുക്ക് പറയാം നമ്മുടെ സിറ്റുവേഷൻസ്. എന്തെല്ലാം പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞല്ലോ, നടക്കാത്തൊരു പറയാം നമുക്ക്. നീ എന്ത് പറയാൻ പോണ്? ഞാൻ ആദ്യം പറ. അപ്പൊ തീരുമാനിക്കുന്ന അവനെ ഒരുത്ത വിളിച്ചോണ്ട് വരും. അവരെ മുമ്പ് ഞാൻ വീണ്ടും ഒരുങ്ങി കെട്ടി നിൽക്കണം. എന്നിട്ട് അവര് പറയുന്ന കല്യാണം ഞാൻ അങ്ങ് കഴിക്കണം. അവസാനം എന്റെ ഫ്യൂച്ചർ എന്താവും ആരും ചിന്തിക്കുന്നില്ല. അച്ഛനും അമ്മ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അപ്പൂപ്പൻ പറഞ്ഞപ്പോ കാല് മാറിയത് കണ്ടില്ലേ? നമുക്ക് അപ്പൂനോട് സംസാരിക്കാടി. ഞാൻ ഇനി എന്ത് സംസാരിക്കുന്നു പറ, നീ പറയും. മൂത്തോരിക്കുമ്പോ ചെറിയ കുട്ടികൾ വാ തുറക്കാൻ പാടില്ല. അമ്മ കണ്ടില്ലേ, അമ്മ എല്ലാം പറയുന്ന അപ്പു പറയുന്നത് കേട്ട് ജീവിച്ചിട്ട് അവസാനം എന്തായി? ഞാൻ താഴെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്. അച്ഛൻ മോശക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അപ്പുവിന്റെ വാശിയിൽ പുറത്ത് തീരുമാനിച്ച ആ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ജോലി കിട്ടിയതിനു ശേഷം കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇപ്പൊ ഒരു ജോലി ഉണ്ടായേനെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോലി നോക്കാന്ന് പറഞ്ഞ് കെട്ടിയതാണ് ഇപ്പം ഈ ഗതിയായത് എന്റെ അമ്മ. എനിക്കറിയാലോ. ആരോട് പറയാൻ? ഇവരൊക്കെ ഇത് കേക്കണ്ടേ, പറഞ്ഞാ മനസ്സിലാവണ്ടേ? അപ്പൂപ്പന്മാരൊക്കെ എന്തു ചെയ്യാൻ? ഇവര്
ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. നീ എന്താ പറഞ്ഞ? അച്ഛനും അമ്മയും നമ്മളെ കൂടെ നിക്കൂന്നല്ലേ? ഇതാ നോക്ക്, ചെറുക്കന്റെ ഫോട്ടോയും മൊബൈൽ നമ്പറും അയച്ചു തന്നിരിക്കുക. ഇങ്ങനെയാണ് അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ട. ഫോട്ടോയും മൊബൈൽ നമ്പർ. ചേച്ചി ചേച്ചി എന്ത്? എന്തൊരു അത്ഭുതം മണി ഇത്. എന്തൊക്കെയൊക്കെയോ നടന്നു. എന്തായാലും ദൈവത്തിന് സ്തുതി. ഇപ്പൊ മനസ്സിലായില്ലേ ദൈവം ഉണ്ടെന്ന്? ഞാൻ അനുഭവിച്ചൊരു ടെൻഷൻ ഇതേ. അച്ഛൻ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ നോ പറയും? പിന്നെ സംഭവം ശരിയാണ്, നല്ല കാര്യമാണ്. ഇത് നടത്താൻ വേണ്ടി ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞ ഈശ്വര, ശ്രീധനൊന്നും വേണ്ട, ഓക്കെ. പക്ഷെ കല്യാണം നടത്തണ്ടേ? ഇന്നത്തെ സിറ്റുവേഷനിൽ ഇത്ര ആർഭാടമായിട്ട് നടത്തണം. ഈ വീടിന്റെ ബാധ്യത തന്നെ തീർന്നിട്ടില്ല. എല്ലാവർക്കും ഒപ്പം നടത്തിയല്ലേ പറ്റുള്ളൂ. നമുക്ക് മാറിയിക്കാൻ പറ്റുമോ? പൈസ ഇല്ലെന്നും പറഞ്ഞിട്ട് ആരും വിശ്വസിക്കും നമ്മുടെ പൈസ ഇത്രയും വലിയ വീട് ഉണ്ടാക്കി വെച്ചിട്ട്? ഞാൻ ആലോചിച്ചു, വീട് മെയിൻ്റെനൻസിന് എത്ര വേണം, പിന്നെ ആഭരണം എടുക്കണം, അത് വേണം, ഇത് വേണം. സദ്യ, ഹോള്, ഉടുപ്പ്, ഫോട്ടോ, വീഡിയോ. അതിശയം തന്നെ ഇത്. സത്യത്തിൽ അത്ഭുതം തന്നെ കേട്ടോ. അല്ല, നമ്മളായിട്ട് പറഞ്ഞു മുടക്കി കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ചീത്തപ്പേര് അനുഭവിക്കേണ്ടി വന്നു. ഇതിപ്പോ അവരായിട്ട് തന്നെ. അച്ഛൻ എനിക്ക് പയ്യന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പം ഒന്ന് മാറ്റി ചിന്തിച്ചാലോ എന്ന് ആലോചിക്കാം. എന്തോന്ന് മാറ്റി ചിന്തിക്കാൻ? മറ്റേ പയ്യനേക്കാൾ ആള് കുറച്ച് മോഡേൺ ആണ്. അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. ചേച്ചിയുടെ എന്താണോ താല്പര്യം അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും. എനിക്കും വിരോധമൊന്നുമില്ല. അയ്യോ മക്കളെ, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഇത് കല്യാണം നടക്കത്തില്ല മോളെ. അപ്പൂപ്പൻ വിളിച്ചിട്ടേ എന്തോ പയ്യനെന്തോ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു. പയ്യ അവന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവരപ്പൂവിനെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ താല്പര്യമില്ല, ഇപ്പൊ ഉടനെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. നടക്കത്തില്ല എന്ന് പറഞ്ഞു? അയ്യോ, എന്റെ ചേച്ചി ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു, ഒരുപാട് മോഹിച്ചായിരുന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലേടി? ഇഷ്ടപ്പെട്ടാണല്ലോ. ഇവളെ ഫോട്ടോ അയച്ചു കൊടുത്തോ? അപ്പൂപ്പ അയച്ചു കൊടുത്തിരുന്നു. ഇഷ്ടപ്പെട്ടാണല്ലോ ചേച്ചി, നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. പണിയായി. ആ കുഴപ്പമില്ല, വേറെ നല്ലത് വരുമായിരിക്കും അല്ലേ ചേച്ചി? എന്നാലും ഞാൻ എന്താ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചോ. നല്ല പയ്യനല്ല. ഇവര് ഭയങ്കര മാച്ചായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ക്രോപ്പൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. ഞങ്ങളെ രണ്ടുപേരെ ഫോട്ടോയും കൂടി പിങ്കി എഡിറ്റ് ചെയ്ത് നോക്കി. മക്കളെ പോട്ട്, നമുക്കേ ഇതുപോലെയുള്ളൊരു ചെറുക്കനെ നോക്കാം. മോഡേൺ ആയിട്ടുള്ള ഇതുപോലെ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതുപോലെ ഇത് മാത്രമല്ലേ കാണൂ. ഒരു സദ്യ തിന്നാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. കുഴപ്പമില്ല, ചേച്ചി വാങ്ങിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്തു. ചേച്ചി എന്തിനാ സദ്യ വാങ്ങിച്ചേർന്നെ? പിങ്കി, പിങ്കി, എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? രവിയേട്ടാ, രണ്ടെണ്ണവും കൂടി ഒപ്പിച്ചിട്ട് അവസാനം നമ്മൾ ആരായി? ശരിയല്ല കേട്ടോ മോളെ. വളരെ തല്ലുകൊള്ളേണ്ട കേസാണ്. പിന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആവശ്യമൊക്കെ ആയതുകൊണ്ട് അച്ഛനമ്മ ഇപ്പൊ ഒന്നും നമ്മുടെ സിറ്റുവേഷനും കൂടെ ഇങ്ങനെ ആയതുകൊണ്ട് ആരടുത്തും പറയാനും നിൽക്കണ്ട. ഇതിപ്പോ ഇങ്ങനെ അങ്ങ് പോയല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഒരു സത്യം ചെയ്തു തരണം, നിങ്ങൾ രണ്ടുപേരും. എന്തോന്ന് സത്യം? സത്യം എന്താണെന്ന് പറയാം. ഇനി ഞങ്ങളുടെ സമ്മതം ഇല്ലാതെ ഇതുപോലുള്ള പെണ്ണ് കാണൽ ചടങ്ങോ ഇങ്ങനത്തെ കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് വരരുത്. ഒന്നാമത്തെ കേസ്, ഞാൻ പറഞ്ഞ പോലെ ഒളിമ്പിക്സിന് എനിക്കൊരു മെഡൽ അടിക്കണം. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്കൊരു ജോലി വേണം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ആലോചിക്കാം, കല്യാണം. അതും ഒറ്റ ആളെ
അല്ലാതെ ഈ 10-15 പേരെ കണ്ട് എനിക്ക് ഓരോരുത്തരുടെ മുമ്പേ ചായയും കാപ്പിയും ഒന്നും ഇട്ട് കൊടുക്കാനൊന്നും വയ്യ. ഓ മടുപ്പാണത്. ഇതേ സെയിം കാര്യമാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പഠിക്കാനും ജോലി നേടാനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കല്യാണ പ്രായമാണെന്ന് എനിക്ക് തോന്നുമ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. അപ്പം മതി കല്യാണം. പ്രോമിസ്. ശരി, പ്രോമിസ്. അമ്മ അവരുടെ ഇഷ്ടം പോലെ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ. ഓക്കെ, നിങ്ങളുടെ ഭാവി നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. ഫോൺ അമ്മ വിളിക്കുന്നു. അമ്മ പറ അമ്മ. കല്യാണല്ലേ റിങ്കിക്കാ? എനിക്കറിയാം. മറ്റേ ബാലമാമന്റെ ബോംബെയില്. അയ്യോ അത് നല്ല അമ്മ ഇപ്പൊ എന്തായാലും റിങ്കിയെ ഉടനെ കെട്ടിക്കുന്നില്ല, ഉറപ്പാണ്. ഇല്ലമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇല്ല നടക്കൂല. ശരി.